السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇന്ന മസല മാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽമി കമസലി ഗൈസിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ മുഖേന അയച്ചിട്ടുള്ള സന്മാർഗത്തിൻ്റെയും അറിവിൻ്റെയും ഉപമ അതൊരു മഴ പോലെയാണ്. അസ്വാബ അർദൻ ഫകാനത് മിൻഹാ ത്വായിഫതൻ ത്വയ്യിബ. മഴയെ സംബന്ധിച്ചിടത്തോളം അത് പല ഭൂമിയിലും പല രീതിയിലായിരിക്കും പെയ്യുക. അങ്ങനെ അതിൽ നിന്നുള്ള മഴയിൽ നിന്നുള്ള ഒരു ഭാഗം നല്ല ഭൂമിയിൽ പെയ്യുകയുണ്ടായി. ഖബിലത്തിൽ മാഅ ഫഅംബതത്തിൽ കലഅ വൽ ഉശ്ബൽ കസീർ. ഫലഭൂയിഷ്ഠമായ ആ മണ്ണിൽ മഴ പെയ്തത് കാരണം മഴയെ ആ മണ്ണ് സ്വീകരിക്കുകയും ആ മണ്ണിൽ നിന്ന് ഫലവൃക്ഷങ്ങളും സസ്യങ്ങളുമൊക്കെ മുളപ്പിക്കുകയും ചെയ്തു. അഥവാ ഞാൻ കൊണ്ടുവന്ന ഈ സന്മാർഗത്തെയും ഇൽമിനെയുമൊക്കെ സ്വീകരിച്ച ആൾ, മൻ ഫഖഹ ഫീ ദീനില്ലാഹി വനഫഅഹു ബിമാ ബഅസനി അല്ലാഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന പ്രയോജനം കൊടുക്കുകയും ദീനിൽ ഗ്രാഹ്യം സിദ്ധിക്കുകയും ചെയ്തവനെ പോലെയാണ്. ഫഅലിമ വഅല്ലമ. അവൻ സ്വന്തമായി ദീനിനെ കുറിച്ച് പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വകാന മിൻഹാ അജാദിബു അംസകത്തിൽ മാഅ. മറ്റൊരു ഭൂമിയുടെ പ്രതലം അത് മഴവെള്ളം സ്വീകരിച്ചില്ല, എങ്കിലും ആ ഭൂമിയിൽ വെള്ളം കെട്ടി നിൽക്കുകയുണ്ടായി. ഫനഫഅ അല്ലാഹു ബിഹന്നാസ ഫശരിബു മിൻഹാ വസഖൗ വസറഉ. ആ ഭൂമിക്കത് ഉപകാരപ്പെട്ടില്ലെങ്കിലും മറ്റുള്ള മനുഷ്യർക്കത് ഉപകാരപ്പെടുകയും അവർ അതിൽ നിന്ന് കുടിക്കുകയും കൃഷി ചെയ്യുകയും അവരുടെ കന്നുകാലികളെ കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മറ്റുള്ളവർ അതുകൊണ്ട് പ്രയോജനമെടുത്തു. ഇങ്ങനെയും ചിലരുണ്ടാകും, സ്വന്തമായിട്ട് ഇസ്ലാം കിട്ടിയതിൻ്റെ പേരിൽ അതുകൊണ്ട് ഉപകാരമുണ്ടായിട്ടില്ലെങ്കിലും അയാളെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉപകാരമുണ്ടാകും. വാസാബ ത്വായിഫതൻ മിൻഹാ ഉഖ്റ. മൂന്നാമത് വേറൊരു ഭൂമിയിലും മഴ പെയ്തു. ഇന്നമാ ഹിയ ഖിആൻ. ആ ഭൂമിയുടെ പ്രത്യേകത ലാ തുംസികു മാഅ വലാ തുംബിതു കലഅ. അത് മുൻകഴിഞ്ഞ രണ്ട് ഭൂമികളെപ്പോലെ വെള്ളത്തെ സ്വീകരിച്ചതുമില്ല, വെള്ളത്തെ പിടിച്ചു വച്ചതുമില്ല. അഥവാ വമസലു മൻ ലം യർഫഅ ബിദാലിക റഅസ. ഞാൻ കൊണ്ടുവന്ന ഇതിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ആൾ, വലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഈ സന്മാർഗത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തവൻ്റെ ഉപമ അതുപോലെയാണ്. അവന് ഈ മഴ കൊണ്ട് ഈ ഭൂമിക്ക് യാതൊരു പ്രയോജനവും കിട്ടിയിട്ടില്ല എന്നതുപോലെ തന്നെ എൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഈ ഇൽമു കൊണ്ടും സന്മാർഗം കൊണ്ടും അവനും യാതൊന്നും ലഭിച്ചിട്ടില്ല. മറ്റൊരു ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ. എൻ്റെയും നിങ്ങളുടെയും ഉപമ തീ കത്തിച്ചു വെച്ച ഒരു മനുഷ്യനെ പോലെയാണ്. ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ. ആ തീയുടെ വെളിച്ചം കാരണമായി, പ്രകാശം കാരണമായി അതിലേക്ക് ഈയാമ്പാറ്റകളും മറ്റു പ്രാണികളുമൊക്കെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. വഹുവ യദുബ്ബുഹുന്ന അൻഹ. അയാളാണെങ്കിൽ ആ ജീവികൾ ആ തീയിൽ വന്ന് കരിഞ്ഞു പോകുന്നതിനെ അയാൾ തട്ടിമാറ്റുന്നുമുണ്ട്. വന ആഖിദും ബിഹുജ്സികും അനിന്നാർ. ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അരക്ക് പിടിച്ചുകൊണ്ട് നരകത്തിൽ നിന്നും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വഅൻതും തുഫല്ലിതൂന മിൻ യദിയ. നിങ്ങളാണെങ്കിലോ എൻ്റെ കയ്യിൽ നിന്നിങ്ങനെ നരകത്തിലേക്ക് വഴുതി പോകുന്നുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ഇന്ന ശൈത്വാന യഹ്ദുറു അഹദകും ഇൻദ കുല്ലി ഷൈഇൻ മിൻ ശഅനിഹി. തീർച്ചയായും ശൈത്താൻ മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും അവൻ്റെ അടുത്ത് ഹാജറാകുന്നതാണ്. ഹത്താ യഹ്ദുറ ഇൻദ തുആമിഹി. അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ശൈത്താൻ അവൻ്റെ അടുക്കൽ വരുന്നതാണ്. ഫൈദാ സഖതത് മിൻ അഹദികുമുൽ ലുഖ്മ. നിങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഭക്ഷണ സാധനം താഴെ വീഴുകയാണെങ്കിൽ
ഫല്യുമിത് മാ കാന ബിഹാ മിൻ അദാ, അതിലെന്തെങ്കിലും പൊടിയോ മണ്ണോ മറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തട്ടിക്കളയണം. ഫല്യകുൽഹ, എന്നിട്ട് നിങ്ങൾ ആ ഭക്ഷണം ഭക്ഷിക്കണം. വലാ യദഅഹാ ലിശൈത്താൻ, നിങ്ങൾ ശൈത്താനു വേണ്ടി ആ ഭക്ഷണത്തെ അവിടെ വിട്ടുകളയരുത്. വലാ യംസഹ് യദഹു ബിൽ മിൻദീലി ഹത്താ യൽഅഖ അസാബിഅഹു, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈകൾ തുടക്കരുത്, കൈകൾ വൃത്തിയാക്കരുത്. ഹത്താ യൽഅഖ അസാബിഅഹു, നിങ്ങളുടെ ഭക്ഷണം കഴിച്ച വിരലുകൾ നിങ്ങൾ പൂർണ്ണമായി ഉറിഞ്ചുന്നത് വരെ. ഫൈന്നഹു ലാ യദ്രി ഫി അയ്യി ത്വആമിഹിൽ ബറക, കാരണം ഒരു മനുഷ്യനെ അറിയുകയില്ല അവൻ്റെ ഏത് ഭക്ഷണത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് വെച്ചിരിക്കുന്നതെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരിയായി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ, പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. റമളാൻ കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമളാനിന് സാക്ഷികളാകാനും ആ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.